മലബാറിലെ +1 സീറ്റ് പ്രതിസന്ധി നിയമസഭയിൽ ഉന്നയിച്ച് പ്രതിപക്ഷം. മുസ്ലിം ലീഗ് അംഗം എൻ ഷംസുദ്ദീൻ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകി. 10,000-കണക്കിന് വിദ്യാർത്ഥികളുടെ പഠനം പ്രതിസന്ധിയിലായതിനാൽ സഭ നിർത്തിവെച്ച് വിഷയം ചർച്ച ചെയ്യണമെന്നാണ് ആവശ്യം. ഷഫീദ് റാവുത്തർ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ഷഫീദ്, എന്തൊക്കെയാണ് ഈ നോട്ടീസിൽ പ്രതിപക്ഷം ആവശ്യപ്പെടുന്നത്? ഷഫീദ് റാവുത്തർ വിശദാംശങ്ങൾ നൽകും. ഇന്നിപ്പോൾ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയിരിക്കുകയാണ് പ്രതിപക്ഷം. ലീഗ് അംഗം എൻ ഷംസുദ്ദീൻ MLA ആണ് നോട്ടീസ് നൽകിയിരിക്കുന്നത്. മലബാറിലെ +1 സീറ്റ് പ്രതിസന്ധിയാണ് പ്രതിപക്ഷം അടിയന്തര പ്രമേയ നോട്ടീസിന് വിഷയമാക്കിയിരിക്കുന്നത്. ഷഫീദ് റാവുത്തർ ചേരുന്നു. ഷഫീദ്, വിശദാംശങ്ങൾ. വേണു, മലബാർ മേഖലയിലെ ഈ +1 SLC പാസ്സായ വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിന് പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ പ്രതിസന്ധി ഉണ്ട് എന്ന തരത്തിലേക്കാണ് ഇന്ന് പ്രതിപക്ഷം അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയത്. എൻ ഷംസുദ്ദീൻ ആയിരുന്നു അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയത്. ഇക്കാര്യത്തിൽ ഇപ്പോൾ സഭയിൽ ബഹളമടക്കമുള്ള കാര്യങ്ങൾ നടക്കുകയാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, മലബാർ മേഖലയിലെ പല ജില്ലകളിലും ഈ ഉപരിപഠനത്തിലുള്ള അവരുടെ അവകാശത്തെ സർക്കാർ ഹനിക്കുന്നു എന്ന തരത്തിലേക്കുള്ളതായിരുന്നു ഈ പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയ നോട്ടീസിൽ പറഞ്ഞിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പിന്നാലെ ഇക്കാര്യത്തിൽ മറുപടി പറഞ്ഞ മന്ത്രി വി ശിവൻകുട്ടി, ഉപരിപഠനത്തിന് മലബാർ മേഖലയിൽ നിന്നല്ല കേരളത്തിലടക്കം യാതൊരുവിധ പ്രതിസന്ധിയും നിലവിലില്ല എന്ന് പറഞ്ഞ നിലവിലിപ്പോൾ ഈ കണക്കുകൾ വിശദീകരിക്കുകയായിരുന്നു ഈ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. പ്രതിപക്ഷ ഉപനേതാവ് മുഖ്യമന്ത്രിയെ കണ്ട് നിവേദനം നൽകി. 3ാം ഘട്ട അലോട്ട്മെന്റിന് ശേഷം കുറവുണ്ടെങ്കിൽ പരിഹരിക്കാം, മറ്റ് യാതൊരുവിധ പ്രതിസന്ധിയുമില്ല. നിലവിൽ കോഴിക്കോട് ജില്ലയിൽ അപേക്ഷിച്ച മുഴുവൻ കുട്ടികൾക്കും അഡ്മിഷൻ കൊടുത്താലും 8248 സീറ്റുകൾ അധികം വരും. പാലക്കാട് ജില്ലയിൽ 2206 സീറ്റ് അധികം വരും. കണ്ണൂർ ജില്ലയിൽ 5000-ലധികം സീറ്റുകൾ. ശരി, ഷഫീദ് റാവുത്തറാണ് വിവരങ്ങൾ നൽകുന്നത്. സഭയിൽ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയിരിക്കുകയാണ് ലീഗ് അംഗം എൻ ഷംസുദ്ദീൻ. അദ്ദേഹം ഇപ്പോൾ സഭയിൽ സംസാരിക്കാൻ. ഷഫീദ് റാവുത്തറാണ് വിവരങ്ങൾ നൽകിയത്.